കുവൈത്ത് തീപിടുത്തത്തിൽ മരിച്ച 46 ഇന്ത്യക്കാരുടെയും മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾ അവസാന ഘട്ടത്തിലാണ്. രാത്രി 1 മണിയോടെ മൃതദേഹങ്ങളുമായി വ്യോമസേന വിമാനം ഇന്ത്യയിലേക്ക് തിരിക്കുമെന്ന് അറിയുന്നു. ദുരന്തത്തിൽ മരിച്ച 49 പേരിൽ 24 പേർ മലയാളികളാണ്. രാവിലെ 8:30യോടെ മൃതദേഹങ്ങൾ കൊച്ചിയിൽ എത്തിക്കുമെന്നാണ് സൂചന. വ്യോമസേനയുടെ C-130J ഹെർക്കുലീസ് വിമാനത്തിലാണ് മൃതദേഹങ്ങൾ കൊണ്ടുവരുന്നത്. അപകടത്തിൽ മരിച്ച 24 മലയാളികളെയും തിരിച്ചറിഞ്ഞു. വർക്കല ഇടവ സ്വദേശി ശ്രീജേഷ് തങ്കപ്പന് മരിച്ചതായി സ്ഥിരീകരണം വന്നിട്ടുണ്ട്. മറ്റൊരാൾ മലയാളിയായ മഹാരാഷ്ട്രയിൽക്കാരനാണ്. അതിനിടെ തീപിടുത്തത്തിന്റെ കാരണം ഷോർട്ട് സർക്യൂട്ടാണെന്ന് കുവൈത്ത് ഫയർഫോഴ്സിന്റെ അന്വേഷണ റിപ്പോർട്ടിലും പറയുന്നു. സുരേഷ് വെള്ളിമുറ്റം വിവരങ്ങളുമായിട്ട്. സുരേഷ്, മരിച്ചവരെ കുറിച്ചുള്ള ഏറ്റവും പുതുതായി കിട്ടുന്ന വിവരങ്ങൾ, ഒപ്പം ഈ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള അതിൻ്റെ നടപടികളൊക്കെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയോ? നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ രാവിലെ 8:30യോടെ കൊച്ചിയിൽ മൃതദേഹങ്ങൾ കൊണ്ടുവരുമെന്ന് ഉറപ്പിക്കാമോ? ദിവിഷ, ആദ്യം മലയാളികളുടെ മരണസംഖ്യയിൽ അല്പം ഒരു ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. ഇതുവരെ അധികൃതരൊക്കെ തന്നെ അറിയിച്ചിരുന്നത് മരണം 23 എന്നുള്ളതായിരുന്നു. പക്ഷേ നമ്മൾ അത് കൃത്യമായി പരിശോധിക്കുമ്പോൾ 24 മലയാളികൾ മരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം. അതിൽ ഒരാൾ കൊല്ലം കരുനാഗപ്പള്ളി മരുത്തൂർ കുളങ്ങര വടക്ക് ഭാഗത്ത് താമസിക്കുന്ന ആലുംതുറമുക്ക് സ്വദേശി ഡെന്നി ബേബിയാണ്. 33 വയസ്സ്. ഡെന്നി ബേബി കുറച്ചു കാലമായി മഹാരാഷ്ട്രയിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആ പട്ടിക നോക്കിക്കഴിഞ്ഞാൽ അറിയാം, മരിച്ചവരുടെ പട്ടികയിൽ ഒരാൾ മഹാരാഷ്ട്രയിൽ നിന്നാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇപ്പോഴാണ് വ്യക്തമാകുന്നത് അത് മലയാളിയാണ്, മഹാരാഷ്ട്രയിൽ താമസിക്കുന്ന മലയാളിയാണ്. അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്ര സ്വദേശി മരിച്ചിട്ടില്ല അപകടത്തിൽ. മറിച്ച് മലയാളികളാണ് 23-ൽ നിന്നും 24-ആയി മാറുന്നത്. പിന്നീട് മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്നത് സംബന്ധിച്ചിട്ടുള്ള നടപടികൾ ഇപ്പോഴും എംബാമിംഗ് നടപടികൾ പൂർത്തിയായിട്ടില്ല. 46 മൃതദേഹങ്ങളുടെ എംബാമിംഗ് നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇന്ത്യക്കാരുടേതാണെങ്കിൽ അതിൽ 30 എണ്ണം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇനിയും 16 മൃതദേഹങ്ങൾ കൂടി എംബാമിംഗ് നടപടികൾ പൂർത്തിയാക്കാനുണ്ട്. അതിന് തന്നെ ഏതാണ്ട് ഒരു 2 മണിക്കൂറോളം ഇനിയും വേണ്ടിവരും. ആ സമയമാകുമ്പോഴേക്കായിരിക്കും വിമാനവും എത്തുന്നത്. പ്രത്യേക വിമാനം ഇതുവരെ ലാൻഡ് ചെയ്തതായിട്ട് വിവരമില്ല. അല്പസമയത്തിനകം ലാൻഡ് ചെയ്യുമെന്നാണ് അറിയുന്നത്. ഈ പ്രത്യേക വിമാനത്തിലാണ് മൃതദേഹങ്ങളെല്ലാം തന്നെ കൊണ്ടുപോകുന്നത്. അത് കുവൈറ്റും ഒരു വിമാനം ചാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമെങ്കിൽ ആ വിമാനം ഉപയോഗിക്കാനും ഒരു ധാരണയുണ്ട്. ഏതായാലും ഒരുപക്ഷെ ഈ വരുന്ന ഇന്ത്യയുടെ വ്യോമസേന വിമാനത്തിൽ തന്നെ എല്ലാം കൊണ്ടുപോകാം. ഇനി അത് സാധ്യമല്ല എങ്കിൽ 2 വിമാനങ്ങളിലായിട്ടായിരിക്കും മൃതദേഹം കൊണ്ടുപോകുക. അതോടൊപ്പം തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു അൽസബ മോർച്ചറിയിൽ ഒരു പൊതുദർശനത്തിന്റെ സാധ്യത ഉണ്ട് എന്ന്. പക്ഷെ ഇപ്പോൾ അത് ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം എംബാമിംഗ് നടപടികൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രതീക്ഷിച്ച സമയത്ത് എംബാമിംഗ് നടപടികൾ പൂർത്തിയാകാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് പൊതുദർശനം ഒഴിവാക്കി മൃതദേഹം കൊണ്ടുപോകാനുള്ള നടപടികളായിരിക്കും പിന്നീട് ആലോചിക്കുന്നത്. ഇപ്പോൾ എംബാമിംഗ് നടപടികളൊക്കെ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ മൃതദേഹം കൊണ്ടുപോകാനുള്ള ആംബുലൻസും തയ്യാറായിട്ടുണ്ട്. 13 ആംബുലൻസ് തയ്യാറായിട്ടുണ്ട്. ആ ആംബുലൻസിലായിരിക്കും ഈ എംബാമിംഗ് സെന്ററിൽ നിന്നും മൃതദേഹം നേരിട്ട് വിമാനത്താവളത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ശരി, സുരേഷ് വെള്ളിമുറ്റമാണ് വിവരങ്ങൾ നൽകിയത്.